ഹായ്, എല്ലാവർക്കും A to Z പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിവാക്കൾക്ക് വേണ്ടി കേരള PSCയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 1/4/2024 ഗസറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ അപേക്ഷിക്കാവുന്ന അവസാന തീയതി 2/5/2024. വ്യത്യസ്തമായുള്ള തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് വിവിധ കമ്പനികളിലേക്കും വിവിധ കേരള സർക്കാർ കമ്പനികളിലേക്കും കമ്പനി ബോർഡുകളിലേക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതീവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ കേരള PSC 1/4/2024 ഗസറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് കേരള സർക്കാരിൻ്റെ വിവിധ കമ്പനികളിലേക്കും കമ്പനി കോർപ്പറേഷൻസ് അതുപോലെ ബോർഡുകളിലേക്കൊക്കെ വേണ്ടിയിട്ട് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിളിൻ്റെ നോട്ടിഫിക്കേഷൻ. അത് 042/2024 043/2024 വരുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LM വിലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനുള്ള 2 നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു അവസരം തന്നെയാണ് വിറ്റത്. ഒഴിവുകളുടെ എണ്ണം ഇപ്പോൾ എത്ര എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് 042/2024 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പറയുന്നത് 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. 7ാം ക്ലാസ് പാസ്സായിരിക്കുക, അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കുക. 7ാം ക്ലാസ് പാസ്സായിരിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വാഹനങ്ങളും ഹെവി മോട്ടോർ വാഹനങ്ങളും ഓടിക്കുന്നതിന് നിലവിൽ സാധുവായ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. ഹെവി മോട്ടോർ വാഹന ലൈസൻസ് നേടി ചുരുങ്ങിയത് 3 വർഷം പൂർത്തിയായിരിക്കണം. 16/1/1979 ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഉദ്യോഗാർത്ഥിയുടെ ലൈസൻസിൽ ഹെവി ഡ്യൂട്ടി ഗുഡ്സ്, ഹെവി ഡ്യൂട്ടി പാസഞ്ചർ എന്നീ 2 തരം വാഹനങ്ങളും ഓടിക്കുവാനുള്ള എൻഡോഴ്സ്മെൻറ്റ് പ്രത്യേകം ഉണ്ടായിരിക്കണം. അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ്, ഇതിൽ ചെവി പരിപൂർണമായും ശ്രവണശേഷി ഉണ്ടായിരിക്കണം. കണ്ണ്, ദൂരക്കാഴ്ച, സമീപക്കാഴ്ച, കളർ വിഷൻ, നിശാന്തത അതെല്ലാം നോർമലായിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വാളിഫിക്കേഷനാണ് ഫസ്റ്റ് 042/2024 കാറ്റഗറിയിൽ വേണ്ടത്. ഇനി 043/2024 കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന അതിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 7th സ്റ്റാൻഡേർഡ് 7ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നാൽ മതി. പ്ലസ് അതിനോട് കൂടി ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ചുരുങ്ങിയത് 3 വർഷമായി പ്രാബല്യത്തിലുള്ള നിലവിൽ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് LMB ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 12/10/2018 മുതൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഡ്രൈവേഴ്സ് ബാഡ്ജ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 12/10/2018 ശേഷം നിങ്ങൾക്ക് ബാഡ്ജ് ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഹെവിക്ക് നിങ്ങൾക്ക് ബാഡ്ജ് നിർബന്ധമായിരിക്കും. മെഡിക്കൽ ഫിറ്റ്നസ് താഴെ പറയുന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നോർമലായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം.